ഹലോ നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ആദ്യ സ്റ്റെപ്പ് എടുക്കുന്നതിന് നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ആദ്യമായി ഓഹരി വിപണിയിൽ വരുന്നവരായാലും ഒരു റിഫ്രഷർ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കഴിയും. തീർച്ചയായും ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ ആവശ്യമുള്ള ആത്മവിശ്വാസം ഉണ്ടാകും. ആരംഭിക്കാം. ആദ്യമായിട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? ആദ്യം മനസ്സിലാക്കാം സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് എന്ന്. ഇതൊരു വലിയ മാർക്കറ്റിനെ പോലെയാണ്. ഇവിടെ ബിസിനസ്സുകാർ അവരുടെ ഓഹരികൾ വിൽക്കുകയും നിക്ഷേപകർ അത് വാങ്ങുകയും ചെയ്യുന്നു. ഓഹരികൾ വാങ്ങുന്നതിലൂടെ നിങ്ങൾ ആ ബിസിനസ്സിൻ്റെ ഒരു ചെറിയ ഭാഗം സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ABC എന്ന ഒരു കമ്പനി അവരുടെ ബിസിനസ്സുകൾ വ്യാപിപ്പിക്കുന്നതിന് പണം ആവശ്യമാണ്. അതിനാൽ അവർ ഓഹരികൾ വിറ്റ് കൂടുതൽ പണം സമാഹരിക്കുന്നു. നിങ്ങൾ ഒരു ഓഹരി വാങ്ങുമ്പോൾ അവർ ആ സാമ്പത്തിക വളർച്ചയിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൽ നിങ്ങളെയും പങ്കാളിയാക്കുന്നു. അതായത് ഒരു കമ്പനി വളരാനായി പണം ആവശ്യമുള്ളപ്പോൾ അവർ ഓഹരികൾ വിപണിയിൽ എത്തിക്കുന്നു. നിക്ഷേപകർ അവരുടെ ഭാഗം വാങ്ങുകയും ലാഭം നേടുകയും ചെയ്യുന്നു. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടിസ്ഥാന ആശയം. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെ എന്ന് നോക്കാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനം വളരെ ലളിതമാണ്. ഒരു കമ്പനി IPO വഴി, അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫർ, പ്രാഥമിക ഓഹരി വിൽപ്പന എന്നാണ് പറയുന്നത്, വഴി ആദ്യം ഓഹരികൾ വിൽക്കുന്നു. IPO കഴിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വ്യാപാരം ചെയ്യപ്പെടുന്നു. അതായത് IPO കഴിഞ്ഞ് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ഒരു നിമിഷം ഒരു നാരങ്ങ വെള്ളം കമ്പനിയിൽ, ഉദാഹരണത്തിന് ഒരു നാരങ്ങ വെള്ളം വിൽക്കുന്ന ഷോപ്പ് സങ്കല്പിക്കുക. ഇത് കൂടുതൽ വ്യാപകമാക്കാൻ പണം ആവശ്യമാണ്. അതിനാൽ ഷോപ്പിൽ ഓഹരികൾ പുറത്തിറക്കുന്നു. ആ ഷോപ്പ് അവരുടെ ഓഹരികൾ പുറത്തിറക്കുന്നു. നിക്ഷേപകർ അത് വാങ്ങുമ്പോൾ ബിസിനസ് വളർന്നാൽ നിങ്ങൾക്കും ലാഭം ലഭിക്കും. അതായത് ഉദാഹരണത്തിന് ഒരു നാരങ്ങ വെള്ളം വിൽക്കുന്ന ഒരു ഷോപ്പ് തന്നെ എടുക്കാം. അത് കൂടുതൽ വ്യാപകമാക്കാൻ അതിൻ്റെ നടത്തിപ്പുകാർ ആഗ്രഹിക്കുന്നു. അപ്പോൾ പണം ആവശ്യമാണ്. അതിനാൽ ഷോപ്പിൽ ഓഹരികൾ പുറത്തിറക്കുന്നു. നിക്ഷേപകർ അത് വാങ്ങുമ്പോൾ ബിസിനസ് വളർന്നാൽ നിങ്ങൾക്കും ലാഭം ലഭിക്കും. നിക്ഷേപകനെ എത്ര തരമായി തിരിക്കാം? അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിക്ഷേപകനെ എത്ര തരമായി തിരിക്കാം. നിക്ഷേപകർ രണ്ട് പ്രധാന വിഭാഗങ്ങളിൽ പെടുന്നു. ഒന്ന്, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്, അതായത് ദീർഘകാല നിക്ഷേപകർ. അവർ നല്ല കമ്പനികളുടെ ഓഹരികൾ വാങ്ങി വർഷങ്ങളോളം ഹോൾഡ് ചെയ്യും. അടുത്ത ഷോർട്ട് ടേം ട്രേഡേഴ്സിൽ അവർ ചെറിയ വിലമാറ്റങ്ങളിലൂടെ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതായത് ഇൻട്രാഡേ ആയിരുന്നാലും അതിൽ വരുന്നതാണ്. ഇൻട്രാഡേ ട്രേഡൊക്കെ ഷോർട്ട് ടേം ട്രേഡേഴ്സിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഷോർട്ട് ടേം ട്രേഡേഴ്സ് അവർ ചെറിയ വിലമാറ്റങ്ങളിലൂടെ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഏത് തരം നിക്ഷേപകനാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തീർച്ചയായും കമൻറ്റിൽ പറയുക. നമ്മളതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. നിക്ഷേപം എങ്ങനെ ആരംഭിക്കാം എന്നുള്ളതാണ്. അടുത്തത് നിക്ഷേപം എങ്ങനെ ആരംഭിക്കാം എന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. നിങ്ങൾ വിരമിക്കലിനാണോ, ഒരു വീട് വാങ്ങാനോ, അല്ലെങ്കിൽ ധനം സൃഷ്ടിക്കാനോ നിക്ഷേപം ചെയ്യുന്നത്? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ നിക്ഷേപ മാർഗം നിർണ്ണയിക്കുന്നു. ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ നിക്ഷേപ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കുക എന്നുള്ളതാണ്. അത് ഏതൊരു നിക്ഷേപത്തിനും ആദ്യം വേണ്ടതും അത് തന്നെയാണ്. ഏതാണ് നമ്മുടെ നിക്ഷേപ ലക്ഷ്യം? ചില ആൾക്കാർക്ക് വിരമിക്കലിനാണ്, ചില ആൾക്കാർക്ക് വീട് വാങ്ങാനാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ധനം സൃഷ്ടിക്കാൻ തന്നെയാണ് നിക്ഷേപം തിരഞ്ഞെടുക്കുന്നത്. അത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ നിക്ഷേപ മാർഗം നിർണ്ണയിക്കുന്നു. ആ ലക്ഷ്യത്തിനനുസരിച്ച് വേണം നിക്ഷേപം തിരഞ്ഞെടുക്കാൻ. അതായത് ലോങ് ടേമിൽ വേണമോ ഷോർട്ട് ടേമിൽ വേണമോ എന്നൊക്കെ ഉള്ളത്.
അടുത്തത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിക്ഷേപ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. മൂന്നാമത് ചെറുതായിട്ട് തന്നെ, ചെറിയ രീതിയിൽ തന്നെ ആരംഭിക്കാൻ പറ്റും. വലിയ പണം ആവശ്യമില്ല, ചെറിയതിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ചെറിയ അതായത് ഒരു 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ഒക്കെ ചെറിയ രീതിയിൽ സ്റ്റോക്കുകൾ വാങ്ങി തന്നെ നമുക്ക് ട്രേഡിംഗ് തുടങ്ങാവുന്നതാണ്. നമുക്ക് നിക്ഷേപം തുടങ്ങാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയ രീതിയിൽ തന്നെ തുടങ്ങാം. അതിലാദ്യം നമ്മൾ നിക്ഷേപ ലക്ഷ്യം തിരഞ്ഞെടുക്കുക. രണ്ടാമതൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ചെറുതായി തന്നെ ചെറിയ രീതിയിൽ തന്നെ 1000 രൂപയിലോ 500 രൂപയിലോ ഒക്കെ നിക്ഷേപിച്ച് തുടങ്ങാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാന പദങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിലുമായി ബന്ധപ്പെട്ട ചില പ്രധാന പദങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിലെ ചില പ്രധാന പദങ്ങൾ. ബുൾ മാർക്കറ്റ്, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ബുൾ മാർക്കറ്റ്. മാർക്കറ്റ് ഉയരുന്ന സ്ഥിതിയാണ് ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ബിയർ മാർക്കറ്റ്, മാർക്കറ്റ് താഴേക്ക് പോകുന്ന അവസ്ഥ. ഇനി ഡിവിഡൻഡ്, ഒരു കമ്പനിയുടെ ലാഭത്തിൻ്റെ ഭാഗം ഓഹരി ഉടമകൾക്ക് നൽകുന്നതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അടുത്ത മാർക്കറ്റ് ക്യാപ്പ്, ഒരു കമ്പനിയുടെ എല്ലാ ഓഹരികളുടെ മൊത്തം മൂല്യമാണ് മാർക്കറ്റ് ക്യാപ്പ്. അതായത് ആദ്യത്തെ ബുൾ മാർക്കറ്റ്, അത് ബുള്ളിൻ്റെ തന്നെ ഒരു ഇതാണ്, ഇൻഡിക്കേഷനാണ്. അതായത് മാർക്കറ്റ് ഉയരുന്ന സ്ഥിതിയാണ്. ബിയർ മാർക്കറ്റ് ബിയറിൻ്റെ അത് തന്നെയാണ്. മാർക്കറ്റ് താഴേക്ക് പോകുന്ന അവസ്ഥ. ഡിവിഡൻഡ്, ഒരു കമ്പനിയുടെ എല്ലാ ലാഭത്തിൻ്റെയും ഭാഗം ഓഹരി ഉടമകൾക്ക് നൽകുന്നതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ്, ഒരു കമ്പനിയിലെ എല്ലാ ഓഹരികളുടെയും മൊത്തം മൂല്യമാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പുതുതായി വരുന്ന നിക്ഷേപകർ ഉണ്ടാക്കുന്ന പിഴവുകൾ. അതായത് പുതുതായി വരുന്നവരിൽ കാണുന്ന പിഴവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാവുന്നതാണ്. പുതുതായി നിക്ഷേപകർ ഈ പിഴവുകൾ ഒഴിവാക്കുക. ഏതൊക്കെ? മാർക്കറ്റിൻ്റെ സമയത്തെക്കുറിച്ച് പ്രവചിക്കാനുള്ള ശ്രമം വേണ്ട. മാർക്കറ്റിൻ്റെ സമയത്തെക്കുറിച്ച് പ്രവചിക്കാനുള്ള സമയം ഒഴിവാക്കുക. ഒരേ ഓഹരിയിൽ തന്നെ എല്ലാ പണവും നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. ഒരേ ഓഹരിയിൽ തന്നെ എല്ലാ പണവും നിക്ഷേപിക്കുന്നതും ഒഴിവാക്കുക. മാർക്കറ്റിലെ ചെറിയ ഇടിവുകൾ കൊണ്ട് ഭയപ്പെടാതിരിക്കുക. മാർക്കറ്റിൻ്റെ ചെറിയ ഇടിവുകൾ വരുമ്പോൾ ഭയപ്പെടാതിരിക്കുക. ഇങ്ങനെയുള്ള പിഴവുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപിക്കുന്ന കമ്പനിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. ചെറിയ തുക കൊണ്ട് നിക്ഷേപിക്കുക. എല്ലാം ഒരേ സെക്ടറിൽ മാത്രം നിക്ഷേപിക്കാതിരിക്കുക. വ്യത്യസ്ത കമ്പനികളിലും നിക്ഷേപം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞാലും നമ്മൾ വ്യത്യസ്തമായ കമ്പനികളിലും വ്യത്യസ്തമായ സെക്ടറിലും നിക്ഷേപിക്കുക. ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.